ഓക്കെ. അപ്പം നമ്മൾ ദ പാത്ത് എന്ന് പറയുന്നൊരു സീരീസ് ലാസ്റ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു 2 മാസം മുന്നേ എന്താണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കൂട്ടിക്കോ. ഇതിനകത്ത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫുൾ ടൈം ട്രേഡറിൻ്റെ റിയാലിറ്റിയാണ്. അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ കരിയറായിട്ട് ചൂസ് ചെയ്യുന്ന ഒരാൾ അയാൾ എന്താണ് അറിയേണ്ടത്, ഇതിൻ്റെ ഒരു കുറച്ച് റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി എന്ന് പറയാൻ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ ഭയങ്കര പാടാണ്. ഞാൻ എസ്പെഷ്യലി ഞാൻ നോക്കി, ഞാൻ സോഷ്യൽ മീഡിയാസിൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ എവിടെ പോയി സെർച്ച് ചെയ്താലും ഇതിൻ്റെ ഒരു ക്ലിയർ സൈഡിനെ പറ്റി സംസാരിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ പറയാം, രണ്ട് കാര്യങ്ങൾ വെച്ച് പറയാം. ഒന്ന് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് യുവർ ഏജ്. രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ട്രേഡർ ആകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഏജിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതിലാണ് നിൽക്കുന്നത്, ഏത് ഏജിലാണ് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഞാൻ പറയുന്നത് ട്രേഡിങ് പഠിച്ചു തുടങ്ങുന്ന കാര്യമല്ല, നിങ്ങൾ ഫുൾ ടൈം ട്രേഡർ ആകണം എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഏർലി 20 ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് നല്ലൊരു ടൈമാണ്. ദാറ്റ് ഡസൻ മീൻ നിങ്ങൾ കുറച്ചുകൂടെ ഏജ്ഡ് ആയാൽ നിങ്ങൾക്ക് പറ്റത്തില്ലെന്നല്ല. പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം നമ്മൾ ട്രേഡിങ്ങിൽ ആദ്യം തന്നെ നിങ്ങൾ സക്സസ് റേറ്റിനെ അല്ല നിങ്ങൾ കാണും. നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ നല്ല രീതിയിൽ ഇതിനകത്തേക്ക് വരും, നല്ല രീതിയിൽ ലോസ് വരും, നല്ല രീതിയിൽ നിങ്ങൾ കടന്ന് ഉരുളും, കഷ്ടപ്പെടും. അപ്പം ഇതിനകത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി അപ്പോൾ വലുതായിട്ടില്ല. ഇപ്പോൾ നിങ്ങളൊരു 30 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് വൈഫുണ്ട്, നിങ്ങൾക്ക് കുട്ടികളുണ്ട്. അപ്പം നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് അവിടെ നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളെ നോക്കിയിരിക്കുന്ന നിങ്ങളുടെ ഫാമിലി ഉണ്ട്. അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആ ഒരു ഇതിൽ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഫാമിലീസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏജ് ഒരു വലിയൊരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ അവർ പറയുന്ന എനിക്കെങ്കിൽ ഫുൾ ടൈം ട്രേഡർ ആകണം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, എങ്ങനെയെങ്കിലും ഈ 95 നിന്ന് ചാടണം. അതെല്ലാം നല്ല തോട്ടാണ്, നല്ല മൈൻഡ് സെറ്റാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതിനെ 95 ജോബിൽ നിങ്ങൾക്കൊരു ജോബ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊരു ജോബുണ്ട്, നിങ്ങൾക്കൊരു 50,000 രൂപ സാലറി ഉണ്ട്, 50,000 സാലറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ടാണ് ട്രേഡിങ്ങിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കൊരു പ്രോപ്പർ എഡ്ജ് ഉണ്ടായിരിക്കണം ട്രേഡിങ്ങിൽ, നിങ്ങൾക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടായിരിക്കണം. ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്, നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഇത്ര നാൾ വർക്കൗട്ട് ചെയ്ത്, ഇത്ര മാസം ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത്, ഇത്രത്തോളം വിൻ റേറ്റ് കിട്ടുന്ന എനിക്കൊരു സെറ്റപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഫ്ലെക്സ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയി. അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻ്റ് ആണ്. എന്നാൽ ഇപ്പം ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ടെക്നിക്കൽ ഈസ് 20%, ബാക്കി 80% നമ്മുടെ മൈൻഡ് സെറ്റാണ്, സൈക്കോളജിയാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് ഒരിക്കലും അങ്ങനെ. ഇത് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടിനും 100% നിങ്ങൾ കൊടുക്കണം. ഇതിന് 100%, ടെക്നിക്കലിന് 100%, സൈക്കോളജിക്ക് 100%. എന്നാലും മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഹൈ പൊട്ടൻഷ്യലിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നതിൻ്റെ മേജർ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മാർക്കറ്റിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആവും. നിങ്ങളുടെ കോൺഫിഡൻറ്റ് ബൂസ്റ്റ് ആവും. നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്കറ്റിലേക്ക് ട്രേഡ് എടുക്കുമ്പോൾ വരുന്ന ഫിയർ, ഗ്രീഡ്, ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ മാറി നിൽക്കും. ബിക്കോസ് നിങ്ങൾ കാണുന്നതാണ് ഇത് വർക്ക് ചെയ്തത്, നിങ്ങൾ കണ്ടതാണ്. സോ ഇത് നിങ്ങൾ തന്നെ കാണണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ യൂട്യൂബിൽ പോയിട്ട് ഓക്കെ ഇത് വർക്കിംഗ് ആവുന്നു, അവന് ഇതിനകത്തൊന്ന് പൈസ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇതിനകത്ത് നല്ല രീതിയിൽ വിൻ റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ അതെൻ്റെ സെറ്റപ്പായിട്ട് എടുക്കുക, അങ്ങനെയല്ല ഒരിക്കലും ചെയ്യേണ്ടത്. ഇത് പക്കയായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ ഒരിക്കലും അവർക്കൊരു സെറ്റപ്പ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നില്ല. അവർക്ക് ഞാൻ ഇതെല്ലാം കാണിച്ചു കൊടുക്കുക. അവർ വർക്ക് ചെയ്യും. ഞാൻ അവർക്ക് ഇത്ര നാൾ, എക്സാമ്പിൾ പറയാം, അവർക്ക് ഇത്ര നാൾ ഒരു സംഭവം ഞാൻ കൊടുത്തേക്കുവാണ്, പോയിട്ട് വിൻ റേറ്റ് എടുത്തുകൊണ്ട് വരാനായിട്ട്. സോ അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും എനിക്ക് വർക്കാവുന്ന കാര്യം വേറെ ഒരാൾക്ക് വർക്കാവണമെന്ന് ഒരു നിർബന്ധമില്ല. സോ നിങ്ങൾക്കൊരു പ്രോപ്പർ എഡ്ജ് നിങ്ങൾക്ക് സെറ്റപ്പ് ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു ജോബ് ഗിവപ്പ് ചെയ്തിട്ട് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പം ജോബ് എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദി മന്ത്, അല്ലെ ഫസ്റ്റ് എൻഡിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. സോ നിങ്ങൾക്ക് അതിൽ വലിയ ബേർഡൻ ഇല്ല. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ഇത്ര എമൗണ്ട് ക്രെഡിറ്റ്. പക്ഷേ ട്രേഡിങ്ങിൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഒരു സേർട്ടൻ എമൗണ്ട് എനിക്ക് ഇത്ര നാൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 50,000 രൂപ എല്ലാ മാസം കിട്ടുന്ന അതിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ 50,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും
നിങ്ങൾ ഇതിനൊരു ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഇത് അങ്ങനെ വെക്കരുത്. അതായത് ഇത്ര മണി എനിക്ക് വിഡ്രോണ് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിൽസ് പേ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമോഷൻസ് ഉണ്ട്. നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ ഗ്രീഡ് ആവാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ ഫിയർ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഫിയർ ആവും. നിങ്ങൾ ഡിസൈർ ചെയ്ത പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരും, നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യും, നിങ്ങൾ റിവെഞ്ച് ട്രേഡ് ചെയ്യും. ഇത് ഞാനും ചെയ്തിട്ടുള്ളതാണ്, മറ്റുള്ളവരിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ജോബ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങളുടെ സൈഡ് എപ്പോഴും സേഫ് ആക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ സാധനം, ഓക്കെ, നിങ്ങൾക്കൊരു സെറ്റപ്പ് ബിൽഡ് ചെയ്ത് നിങ്ങൾ ഓൾമോസ്റ്റ് ഓക്കെ ആയി, ഇത് വർക്കായി, നിങ്ങൾ റിയൽ മാർക്കറ്റിൽ ഒരു വിഡ്രോളൊക്കെ എടുക്കാൻ ഇത്ര സമയം എടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 6 to 7 അല്ലെങ്കിൽ 8 to 10 മാസം നിങ്ങൾക്ക് സേഫ് ആവാനായിട്ടുള്ള എമൗണ്ട് നിങ്ങൾ മാറ്റി വെക്കുക. ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഈ ട്രേഡിങ്ങിൽ നിന്ന് 0 ആണ് കിട്ടുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ ഇപ്പുറത്ത് എന്തായിരിക്കണം, സേഫ് ആയിരിക്കണം, നിങ്ങളുടെ ഫാമിലി സേഫ് ആയിരിക്കണം. സേഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ട നീഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ള ലെവലായിരിക്കണം. അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ ഈ ഒരു പ്രോസസ്സിലാണ്, ഇത് ഇങ്ങനെയാണ്. ആർക്കും അറിയത്തില്ല, ഓബ്വിയസ്ലി പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കത്തില്ല. സോ ഇതിങ്ങനെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ അവരുടെ കാര്യം ടേക്ക് കെയർ ചെയ്യുക. ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും അത് കളഞ്ഞിട്ട് വരിക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ലെവൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പുറത്ത് നിങ്ങൾക്ക് ആ ഒരു മണി എന്നുള്ളൊരു രീതിയിൽ മാത്രം നിങ്ങളുടെ ആ ഒരു ഇത് ഒതുങ്ങി പോകത്തില്ല. അതൊരു വലിയൊരു കാര്യമാണ്. ആ മണി എന്നുള്ള ഇതിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. സോ അതൊന്ന് മൈൻഡിൽ വെച്ചോളാം. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു സേഫ് എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും അത് മാറ്റി മാർക്കറ്റിന് ഔട്ട്വർക്കിൽ മാറ്റി നിങ്ങൾ വെച്ച് വെക്കുക. അതാകുമ്പോൾ അപ്പം നിങ്ങൾക്ക് മണിയെ മാത്രം റിലേ ചെയ്ത് നിൽക്കാൻ അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ ഔട്ട്കമ്മിനെ മാത്രം റിലേ ചെയ്ത് നിങ്ങൾക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താണ് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പതിയെ നിങ്ങൾ ഇത്ര ടൈമിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവാതിരിക്കുക. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങൾക്ക് ഒരിക്കലും അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ മാസ്റ്റർ ആവാൻ പറ്റത്തില്ല. ഇത് ഞാൻ പറഞ്ഞല്ല, മൈക്കിൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരിക്കലും മാർക്കറ്റിൽ മാസ്റ്റർ ആവാൻ പറ്റത്തില്ല. ഈവൻ 15 വർഷം ട്രേഡ് ചെയ്യുന്നവനാണെങ്കിൽ പോലും 25 വർഷം ട്രേഡ് ചെയ്യുന്നവനാണെങ്കിൽ ഇമോഷൻസ് ഉണ്ട്. ഇവിടെ മാസ്റ്റർ ആവുന്നത് നമ്മൾ ട്രേഡിങ്ങിൽ എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മൈൻഡ് സെറ്റാണ്. അതായത് എനിക്ക് ലോസ് വന്ന് അല്ലെങ്കിൽ റിക്കവറായി എൻ്റെ ലോസ് എന്താണെങ്കിൽ പോലും പ്രോഫിറ്റ് ആണെങ്കിൽ പോലും ഇതിനെ മാനേജ് ചെയ്യാനും മണി മാനേജ്മെൻറ്റും റിസ്ക് മാനേജ്മെൻറ്റും സൈക്കോളജിക്കൽ കൺട്രോളുമാണ് ഒരാളെ ട്രേഡർ ആക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഇതെല്ലാം റിലേ ചെയ്യുന്നത് നിങ്ങളുടെ ട്രേഡിങ് സെറ്റപ്പിലാണെന്നാണ്. അതായത് നിങ്ങൾ ട്രേഡ് ചെയ്താലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ ട്രേഡ് ചെയ്താലാണ് ഇതിനകത്ത് പ്രോഫിറ്റ് ലോസ് ഉണ്ടാകുന്നത്. ട്രേഡ് ചെയ്താലാണ് നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ട്രേഡ് ചെയ്താലാണ് നിങ്ങളുടെ സൈക്കോളജി നിങ്ങൾ ബിൽഡപ്പ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു കോറായിട്ടുള്ള ഇത് ഭയങ്കര കോറായിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കര കോറായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ സെറ്റപ്പാണ്. എല്ലാവരും ഇതിനെ സത്യം ഞാൻ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ സൈക്കോളജി. ഈവൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നല്ലൊരു ഒരു പ്രോപ്പർ ട്രേഡിങ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സൈക്കോളജി നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു പ്രോസസ്സാണ്. ഇറ്റ്സ് എ പ്രോസസ്സ്. അതിനെയും ട്രസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ, ബിക്കോസ് നിങ്ങളൊരു സെറ്റപ്പ് നിങ്ങൾ വർക്ക് ചെയ്ത് ഡെമോയിലാണെങ്കിൽ പോലും നിങ്ങളത് കണ്ടതാണ്. നിങ്ങൾ അതിൻ്റെ 50% വിൻ റേറ്റ്, നിങ്ങൾ കണ്ടതാണ് അതിൻ്റെ 20%, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതാണ് അതിൻ്റെ 70% വിൻ റേറ്റ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആസ് എ ട്രേഡർ നിങ്ങൾ ഈ സെയിം സാധനം വന്നിട്ട് റിയൽ മാർക്കറ്റിലും ഫോർവേഡ് ടെസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഇവിടെയാണ് ഞാൻ പറഞ്ഞ സൈക്കോളജി. ഇപ്പം ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിൻ റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിനെ ഒരിക്കലും 1-2 മാസം അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച നിങ്ങൾ ഒരിക്കലും ഒരു ബാക്ക് ടെസ്റ്റ് അടിച്ചിട്ട് വന്നിട്ട് ഇത് വർക്കാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മാസം, അറ്റ്ലീസ്റ്റ് മിനിമം 2-3 മാസത്തെയെങ്കിലും ഡേറ്റാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ജേണൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എടുത്ത ട്രേഡ്, നിങ്ങളുടെ വിൻ റേറ്റ് പ്രോപ്പർ ഒരേ റിസ്ക് റിവാർഡ് തന്നെ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ഇന്നൊരു 1:2, നാളെ ഒരു 1:3, മറ്റന്നാളൊരു 1:1, അങ്ങനെയല്ല. നിങ്ങളുടെ എൻട്രി എക്സിറ്റ് നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈം നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോബിനെ റീപ്ലേസ് ചെയ്തിട്ട് ട്രേഡിങ് ഫുള്ളാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇപ്പോൾ പെട്ടെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഓക്കെ നാളെ മുതൽ ട്രേഡ് ചെയ്യാൻ പോവാണ്, ജോലിയും കളഞ്ഞ്, അതല്ല. റിയാലിറ്റി അല്ലേ ഇവിടെ മനസ്സിലാക്കേണ്ടത്. റിയാലിറ്റിയിൽ അങ്ങനെയല്ല ഒരിക്കലും. റിയാലിറ്റി സിനിമയിലും മൂവീസിലും അവിടെ ഇവിടെയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയ റീലിലല്ല ഇത് കാണാം. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന പല ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ട്.
നമ്മുടെ 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 സോഴ്സ് ഓഫ് ഇൻകം, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അരി മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ട്. ആരും ജനിച്ച് വരുമ്പോഴേ ട്രേഡറായിട്ടോ അല്ലെങ്കിൽ ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനൊരു പ്രോസസ്സുണ്ട്. അത് മനസ്സിലാക്കി. ഉസൈൻ ബോൾട്ട് ജനിച്ച് വീണൊക്കെ ഇറങ്ങി ഓടിയ ആളല്ല. എല്ലാ സ്കില്ലിൻ്റെയും ബിഗൈനിൽ ഒരു ബിഗിനറുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നൊരു ബിഗിനർ. ഉസൈൻ ബോൾട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നൊരു സമയം ഉണ്ടായിരുന്നു. ചിന്തിച്ച് നോക്ക് ഓടുന്നതിനെ പറ്റി. അതേപോലെ ഒരു ബോഡി ബിൽഡർ. നിങ്ങൾ ഏതൊരു പ്രോസസ്സ് എടുത്താലും ഏതൊരു സ്കില്ലെടുത്താലും അതിൽ ചിന്തിച്ച് തുടങ്ങുന്നൊരു ടൈമുണ്ട്. അപ്പം അവിടെ അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് ചെയ്യേണ്ട കാര്യം ക്ലിയർ ആയിട്ട് ചെയ്ത് ഈ ഒരു പ്രോസസ്സിൽ ഇതിങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ എത്തി അത് എൻഡ് ഓഫ് ദി പാർട്ടിലേക്ക് എത്താതെ ഇവിടെ വെച്ച് കിട്ടി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പാത്ത് എന്ന് പറയുന്ന സീരീസ് ആർക്കെങ്കിലും ബെനിഫിറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങുന്നതിൻ്റെ മെയിൻ എൻ്റെ തോട്ട് അത് തന്നെയാണ്, ആർക്കെങ്കിലും ഇത് ബെനിഫിറ്റ് ആവട്ടെ എന്ന്. ബിക്കോസ് പലരും ആ ഒരു ലെവലിൽ നിൽക്കണം. നിങ്ങളുടെ പാത്ത് കറക്റ്റ് ആവുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്ലീൻ ആയിട്ട് ചെയ്യുക, ബാക്കി എല്ലാം നിങ്ങളിലേക്ക് വരും. ഓപ്പണായിട്ട് പറയാം, നിങ്ങളുടെ പാത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോ, എവിടുന്നെങ്കിലും പഠിച്ചോ, എങ്ങനെയെങ്കിലും നിങ്ങൾ ക്ലീനായിട്ട് പഠിച്ചോ. പക്ഷേ നിങ്ങളുടെ പാത്ത് കറക്റ്റായിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന സാധനം കറക്റ്റാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ റുട്ടീൻ കറക്റ്റാണ്, നിങ്ങളുടെ ജേർണലിങ് കറക്റ്റാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ടൈം എടുത്തോട്ടെ, 1, 2, 3 വർഷം എടുത്തോട്ടെ. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇന്നത്തെ നിങ്ങളല്ലായിരിക്കും നാളെ നിങ്ങളുണ്ടാകാൻ പോകുന്നത്. സോ ആ ഒരു ലെവൽ എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫുൾ ടൈമിലേക്കൊക്കെ ചിന്തിക്കുക. അല്ലാതെ ജസ്റ്റ് ഉടനെ എടുത്ത് ചാടി ഫുൾ ടൈം ചെയ്യാൻ തുടങ്ങിയാണൊക്കെ എന്താണ് നിങ്ങൾക്ക് ലോസസ് ആണ്. അപ്പോൾ ട്രേഡിങ് കൊള്ളത്തില്ല, ട്രേഡിങ് സ്കാമാണ് എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകാതെ മനസ്സിലാക്കുക ഇതൊരു പ്രോസസ്സാണ് എല്ലാത്തിനെയും പോലെ. ഓക്കെ, ട്രസ്റ്റ് ദ പ്രോസസ്. താങ്ക് യു.